അമ്പമ്പോ ഹമ്പട കേമ കച്ചോടം കൂടണയാണ് തറവാട് പ്രാഞ്ചിയരിക്കട മേലാള് കുരുവിയടക്കട രാജാവ് കോഴി കൂകും ഒരു നേരം തൊട്ടിന് ചിന്തയിൽ അത് മാത്രം കാണണ്ടേ കാണണ്ടേ വാളോരെ കാണണ്ടേ ആനത്തലയോളം ചേനക്കാര്യം വേലകളും പല വേലികളും നടുതല്ലിയലച്ചു ചിരിക്കണ ചരിതം അമ്പട അമ്പമ്പോ നല്ല ആളാ. എന്തൊരു പോക്കാ പോയത്. ഓ ഇന്നലെ വരാന്ന് വിചാരിച്ചതാടി. അപ്പോഴാണ് കുവൈത്തിന്ന് ജോബി മോമാനുണ്ടെന്ന് വിളിച്ചു പറഞ്ഞത്. അന്നാ പിന്നെ അവനെയും കൂടി കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചു നിന്നാണ്. കുരുവിയേട്ടൻ കേൾക്കുമ്പോ ആദ്യം സമ്മതിക്കൂലെന്നാണ് വിചാരിച്ചത്. എന്റെ പ്രാഞ്ചേട്ടൻ ഒട്ടും സമ്മതിക്കില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 ദിവസം തികച്ച് എന്റെ വീട്ടിൽ എന്നെ നിർത്തിയിട്ടുണ്ടോ? എടി ഞാനും 2 ദിവസം കഴിയുമ്പോ പോരാന്ന് വിചാരിച്ചതാന്ന്. ഇവക്കടെ ക്ലാസ് എത്രയാണ് പോയത്? പറഞ്ഞ പോലെ ടീച്ചർമാരെ പ്രശ്നം ഉണ്ടാക്കില്ലേടി. പേടിയായിട്ട് വയ്യ. പിന്നെ അവർക്ക് എന്താ കാര്യം പറഞ്ഞാ മനസ്സിലാവൂലേ? നീ ഒരു കാര്യം കാണെന്റെ സൂസേ. എന്തേച്ചി ഇവിടെ പോയി ജോബി ഗൾഫിന്ന് കൊണ്ടുവന്നാണ്. ഇത് നീട്ടിട്ട് എന്നോട് പറഞ്ഞേ ഇത് ചേച്ചിക്ക് കൊണ്ടുവന്നതാണെന്ന്. എന്റെ കണ്ണ് നിറഞ്ഞു പോയടി. നല്ല വില കൂടി ഫോണല്ലേ. പിന്നല്ലാതെ 4G അടി. ഈ കുന്നുകുളത്ത് ഇങ്ങനത്തെ ഫോൺ ഇറങ്ങിയിട്ടുണ്ടാവില്ല. വലിയ വലിയ കടകളിലൊക്കെ ഉണ്ടാവും. കുന്നംകുളെ അത്ര വലിയ മോശമൊന്നുമല്ല. ഈ ഇളയമയ്ക്ക് ഒന്നും അറിയില്ല. 4G നെറ്റിന്റെ കാര്യ പറഞ്ഞേ. ഇതിലില്ലാത്തത് ഒന്നുമില്ല എന്റെ സൂസേ. നമുക്കിപ്പോ സിനിമ നടൻ മമ്മൂട്ടിനോട് സംസാരിക്കണം. ഇതിലതിനൊക്കെയുള്ള സംവിധാനമുണ്ട്. സംവിധാനം ഉണ്ടായിട്ട് എന്നിട്ട കാര്യം? മമ്മൂട്ടി സംസാരിച്ചാലല്ലേ? വേണ്ട, നിന്റെ അപ്പനോട് സംസാരിക്കല്ല. അപ്പനിപ്പൊ കടയിൽ എന്തെടുക്കണേന്ന് നോക്കിക്കണ്ടേടി. ഇളയമ്മ കാണട്ടെ. അമ്മച്ചി അങ്ങനൊന്നും നോക്കാൻ പറ്റില്ല. അപ്പച്ചന് ഇതുപോലൊരു ഫോൺ വേണം. അത് ഓണാക്കി കണക്ട് ചെയ്യും വേണം. ആലിച്ചേച്ചി ഇങ്ങനെ പോയോ? വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ടേ. അതിന് നീ ഇതെങ്ങാനാണ് വിളിച്ചിട്ട് പോണത്? അടുക്കളയിലേക്ക്. ഓ ഇവിടെ എവിടെയാണ് അടുക്കള? അതൊക്കെ കൊള്ളാം. 2 ദിവസം ഈ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോ സ്വന്തം ഭർത്താവിന്റെ വീട്ടിലെ അടുക്കള മറന്നു പോയോ നിങ്ങള്? എടി ഇതല്ലടി സൂസേ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വന്നേന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് ഇവിടുത്തെ അടുക്കള എവിടെയെന്ന് അറിയാൻ പറ്റുമോ? അപ്പൊ ഇവിടുത്തെ അടുക്കള കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. ഈ മൊബൈൽ ഇവിടുത്തെ അടുക്കള കാണിച്ചു തരും. ഇല്ലടി? അയ്യോ അമ്മ, ഇത് GPS കണക്ഷൻ വേണം. നെറ്റ് കണക്ഷൻ എടുക്കുകയും വേണം. അപ്പൊ ഇതൊക്കെ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞിട്ട്? എല്ലാം അതിനകത്തുണ്ട്, പക്ഷെ കണക്ഷൻ എടുക്കണം. പിന്നെ സൂസിനകത്തൊരു പൂച്ചക്കുഞ്ഞുണ്ട്. പൂച്ചക്കുഞ്ഞോ? എടി നമ്മുടെ സരിത പൂച്ചയില്ലേ, അതുപോലത്തെ ഒരെണ്ണം. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ അതിങ്ങോട്ട് തിരിച്ചു പറയും. എന്ത് രസമെന്നറിയാമോ കാണാൻ? നിനക്ക് കാണണം? പിന്നെ കാണിച്ചുതരാം. ദേ ഇവിടെ ഇങ്ങനെ പിടിച്ച് ഓണാക്കണം. ഇങ്ങനെയല്ലേടി? അയ്യോ എന്റെ
എന്നാലും എന്റെ പൊന്നു കുരുവിയേട്ടാ, ജോബി പറഞ്ഞെങ്കിൽ അവൻ ഇത്രയും വിലയുള്ള ഫോൺ മേടിച്ചു തരുമെന്ന് ഞാൻ വിചാരിച്ചില്ലട്ടാ. അവൻ എന്റെ ആങ്ങളല്ലേടി, അവനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ അളിയനൊരു നല്ല മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കണമെന്ന്. അയ്യേടാ അളിയനൊരു മൊബൈൽ ഫോൺ ഇതെനിക്ക് മേടിച്ചെന്നാണ്, നിങ്ങൾക്ക് മേടിച്ചെന്നല്ല. ഇത്രയും നാളായിട്ട് എനിക്കൊരു മൊബൈൽ മേടിച്ചു തരാൻ നിങ്ങക്ക് തോന്നിയാ? അതും പറഞ്ഞ് ഞാൻ എന്റെ ആങ്ങളനോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മേടിച്ചെന്നാണ് അവൻ. എടി ഇത് ഭയങ്കര ഫെസിലിറ്റി ഉള്ള ഫോണല്ലേ, നിനക്കെന്തിന് ഈ ഫോണ്? വേറൊരു സാധാരണ ഫോൺ വാങ്ങിയ പോരെ? അത് ഞാൻ വാങ്ങിത്തരാം. അല്ലെങ്കിൽ ഈ ഫോൺ നീ എടുത്തിട്ട് ആ ഫോൺ. അയ്യോ എന്റെ മോനെ അങ്ങനെ സൂഹിക്കണ്ടട്ടാ. എനിക്ക് ഇതിനകത്ത് ഇനി ഫേസ്ബുക്ക് വേണം. ഫേസിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും അതിനകത്ത് നോക്കിയാ കിട്ടും എന്നുള്ളത് സൂസൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായി. എടി പോത്തെ ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ മുഖം നോക്കണ സാധനല്ല, അതൊരു സൈറ്റാണ്, ഒരു ആപ്പ്. അതൊന്നുമല്ല, ശരിക്കുള്ള ആപ്പ് എന്താണ്? വാട്സാപ്പ് ആണ്. വാട്സാപ്പ് എന്നെ നിങ്ങ പഠിപ്പിക്കാൻ വരണ്ടട്ടാ കുരുവിയേട്ടാ. പിന്നില്ലേ ഗൂഗിളും ഉണ്ട്. നിങ്ങ ചിരിച്ചിട്ട് എന്റെ ഒരു സെൽഫി എടുത്തിട്ടുണ്ട്. എന്റെ സെൽഫി ഞാൻ എടുക്കേ? പറ്റൂലായിരിക്കും. നിങ്ങ അന്യനാണ്, എന്റെ ഭർത്താവല്ലേ. ഭർത്താവിന് ഭാര്യയുടെ സെൽഫി എടുക്കാനുള്ള അധികാരം എടുത്തണ്ടേ? എന്താ ഞാൻ ഇവളോട് പറയാ? തുടങ്ങി എന്തെങ്കിലും പറഞ്ഞ ഉടനെ പ്രാഞ്ചിനെ വിളിച്ച് കൂയിക്കോളും. അവര് ടി വി കാണണം മനുഷ്യ. നീ ഇങ്ങനെ മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കല്ല എന്റെ ആലീസേ. ടി വി കാണണെന്ന് പറഞ്ഞത് മണ്ടത്തരമാണോ? ഞാൻ ഈ ഫോണിന്റെ കാര്യമാണ് പറഞ്ഞത്. അതെ, നിങ്ങൾക്ക് ഇപ്പൊ ഈ ഫോൺ എന്റെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മേടിക്കണമെന്നുണ്ടാവും. ഞാനിത് തരാത്തിന് കാരണമുണ്ട്. എന്താന്നറിയാമോ? നമുക്കിടെ മോള് വലിയ കൊച്ചായി. അവള് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് ട്യൂഷന് പോണത്. തിരിച്ചു വരുമ്പത്തേക്കിന് ഇരുട്ടാകും. കൂടല്ലേ തുടങ്ങി. അവനുണ്ടെങ്കിൽ ഒരു ഫോൺ കയ്യിലുള്ളത് നല്ലതല്ലേ കുരുവേട്ടാ? മോൾക്ക് കൊടുക്കാനാണ്. അവളെ എവിടെ പഠിക്കണേ? കന്യാസ്ത്രീമാര് പഠിപ്പിക്കുന്ന സ്കൂളല്ലേ? ഫോൺ അവളുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞ അവളെ പിടിച്ച് പുറത്താക്കും. ഈ മനുഷ്യന്റെ ചെവിക്കകത്ത് എന്തിരിക്കണേന്നാവോ? സ്കൂളിൽ പോകുമ്പോ കൊണ്ടുപോണ കാര്യമാണോ ഞാൻ പറഞ്ഞത്? പിന്നെ ട്യൂഷന് പോകുമ്പോ കൊടുത്തു വിടാന്ന്. അത് കുഴപ്പമില്ലല്ലേ, എന്നാലും കുട്ടികളുടെ കയ്യിൽ കൊടുക്കണോടി. നിങ്ങ എന്താണ് വിചാരിച്ചിരിക്കണ? അവൾ ആരാണ് വളർത്തണത്? ഈ ആലീസാണ്. അതാണ് കുഴപ്പം കുരുവിയേട്ടാ. അവളെ മറ്റുള്ള പിള്ളേരെ പോലെ ഒരു പഞ്ചപാവം കൊച്ചാണ്. എങ്ങാനും ട്യൂഷൻ കഴിയാൻ വൈകിട്ടുണ്ടെങ്കിൽ അവക്കൊന്ന് വിളിച്ചു പറയാൻ പാടില്ല കുരുവേട്ടാ. അപ്പൊ അത് കുഴപ്പമില്ല? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അത് അവൾക്കാ കൊടുക്കാം. സെൽഫി എടുക്കാൻ പറ്റൂല? സെൽഫി കുന്നംകുളത്തങ്ങാടി